Hello developers, welcome back to the next video. So void main നമ്മളെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു? മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ രണ്ട് പുതിയ ഡാറ്റ ടൈപ്പ് ആണ്. ഒന്ന് വാർ ആൻഡ് ഡൈനാമിക്. ഓക്കെ, സോറി, നമുക്ക് വേണം താഴെ കഴിയാം. വാർ ആൻഡ് ഡൈനാമിക്. ഈ രണ്ട് ഡാറ്റ ടൈപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അത് നമ്മൾ വാർ എന്താന്ന് പറയാം. വാർ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ആണ് വാർ. ഓക്കെ, ഞാൻ വേരിയബിളിന് നെയിം കൊടുത്തു എ, എന്നിട്ട് ഞാൻ എന്ത് എഴുതി? ഒരു സ്ട്രിംഗ് വാല്യൂ എഴുതി, ബിലാൽ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ വാർ, ഇവിടെ ഞാൻ വേണേൽ എ മാറ്റി നെയിം ആക്കാം. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് വേരിയബിളിന്റെ നെയിം കൊടുക്കേണ്ടത്. ആക്ച്വലി വാർ നമ്പർ ഈക്വൽ ടു ഒരു ഫോൺ നമ്പർ ആണ് 9188000000. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്തു. ഇവിടെ ഞാൻ ഇതിനെ രണ്ടും ആക്സസ് ചെയ്യണമെങ്കിൽ പ്രിന്റ് നെയിം ഞാൻ വിളിക്കുന്നുണ്ട്, പ്രിന്റ് എന്ത് വിളിക്കുന്നുണ്ട്? നമ്പർ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സ്ട്രിംഗ് വാല്യൂ വാറിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇവിടെ സ്ട്രിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം? സ്ട്രിംഗ് അല്ലാതെ കൊടുക്കാം, 9188000000. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു നമ്പർ ഇന്റിജർ വാല്യൂ ഞാൻ വാറിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പ്രിന്റ് ഇറ്റ് ഡൗൺ, ജസ്റ്റ് റൺ ഇറ്റ് ഡൗൺ. ജസ്റ്റ് അതിന് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ എന്തിട്ടുണ്ട്? ഔട്ട്പുട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ വാർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് തരം ഡാറ്റ ടൈപ്പ് ആയാലും നമുക്ക് വാറിലേക്ക് സ്റ്റോർ ചെയ്യാം. സ്ട്രിംഗ് ആയാലും ഇന്റിജർ ആയാലും ഈവൻ ഡബിൾ വാല്യൂ ആയാലും എന്ന് കൊടുത്തിട്ട് ഞാൻ 10.7. ഇത് ഏത് ഡാറ്റ ടൈപ്പ് ആണ് ഇവിടെ വാർ ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്ത്. അതായത് പ്രിന്റ് നമുക്ക് ഡബിൾ വാല്യൂ പ്രിന്റ് കിട്ടി 10.6. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് തരം ഡാറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്യാനും വാർ ഉപയോഗിക്കാം. സ്ട്രിംഗ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം, ഇന്റ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം, ഡബിൾ വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം, ബൂൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ ഏത് തരം ഡാറ്റ ടൈപ്പ് വാറിൽ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് വേണം കമന്റ് ചെയ്യാം, വാർ ഈസ് ഫോർ all for storing all type. ജസ്റ്റ് നിങ്ങൾ എന്ത് ആൾ ഡാറ്റ ടൈപ്പ് എഴുതിയോ, ആൾ ഡാറ്റ ടൈപ്പ് എഴുതിക്കോ, ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇത് നമ്മളിപ്പം ഡാറ്റ ടൈപ്പ് എല്ലാ ഡാറ്റ ടൈപ്പിനും പറ്റുമല്ലോ. ഇതിപ്പോ വാർ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഇന്റിജർ ആണെന്ന് വാർ ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്തിട്ടുണ്ടാവും. അല്ല, ഇതൊരു സ്ട്രിംഗ് ആണെന്ന് വാർ ഓട്ടോമാറ്റിക് എന്തായിട്ടോ വാറിന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി ഞാനിത് റീറൈറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാനിപ്പോ വാർ എനെ ഞാൻ വേറെന്ത് മാറ്റി ചെയ്താണ്, അങ്ങനെയുണ്ട്. എ മാറ്റി ചെയ്താണ്. എന്താണ്? ഞാൻ എനെ ഒരു 19.0 മാറ്റി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മാറ്റി ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ എന്താണ് വരാം? 19.0 വരാം. ഓക്കെ, പക്ഷേ എനിക്ക് ഇങ്ങനെ പോസിബിൾ ആണ് റീറൈറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ എനിക്ക് അവിടെ എന്ത് എടുക്കാൻ പറ്റില്ല? ബിലാൽ അല്ലെങ്കിൽ എന്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വാറിന്റെ ഇത് നമുക്ക് ഏത് ഡാറ്റ ടൈപ്പ് ആണോ വാർ സ്റ്റോർ ചെയ്തത്. അപ്പൊ ഇവിടെ ഡബിൾ അല്ലേ? ഇനി റീറൈറ്റ് ചെയ്യുമ്പോൾ സെയിം ഡാറ്റ ടൈപ്പ് തന്നെ ചെയ്യണം, അല്ലാതെ വേറൊരു ഡാറ്റ ടൈപ്പ് എന്ത് ചെയ്യാൻ പറ്റില്ല, അധികം റീറൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കമന്റ് ചെയ്താം, ഇത് പോസിബിൾ അല്ല. എന്തുകൊണ്ടാണ്? റീറൈറ്റ് നോട്ട് പോസിബിൾ വിത്ത് അനദർ ഡാറ്റ ടൈപ്പ്. റൈറ്റ് നോട്ട് possible with
another data type. നമുക്ക് സെയിം ഡാറ്റ ടൈപ്പ് ഇട്ട് എന്ത് ചെയ്യാം, വാറിൽ റീറൈറ്റ് ചെയ്യാം. ഇനി അടുത്ത ഡാറ്റ ടൈപ്പ് ആണ് എന്ത്, ഡൈനാമിക്. വാട്ട് ഈസ് ദാറ്റ്? ഡൈനാമിക്. ഓക്കെ, ഡൈനാമിക്കിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും റീറൈറ്റ് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ ഡൈനാമിക് എന്ന് പറഞ്ഞിട്ട് സാധനം സ്റ്റോർ ചെയ്തു. ഡൈനാമിക് എക്സ് സമം എന്ത് 10 ആക്കിയിട്ടുണ്ട്. എനിക്ക് വേണം ഡൈനാമിക്കിൽ ഒരു സ്ട്രിംഗ് വാല്യൂ സ്റ്റോർ ചെയ്യാം. ഡൈനാമിക് വൈ സമം ബിലാൽ ഓർ എൻഡേഴ്സ്. അപ്പൊ ഡൈനാമിക് ആയിട്ട് ഞങ്ങൾക്ക് എന്തിനും സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം, നമ്പറിന് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം, സ്ട്രിങ്ങിന് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം, ഡബിൾ വാല്യൂസിന് സ്റ്റോർ ചെയ്യാം, എന്ത് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അത് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് എക്സിനെ പ്രിന്റ് ചെയ്യുന്നുണ്ട് ഞാൻ, പ്രിന്റ് വൈനെ പ്രിന്റ് ചെയ്യുന്നുണ്ട്, എന്തിനു വേണം പ്രിന്റ് ചെയ്യണം. പക്ഷെ എനിക്ക് ഇവിടെ എന്തും പോസിബിൾ ആണ്. ഇവിടെ എനിക്ക് ആ വൈനെ ഒരു സ്ട്രിംഗ് വാല്യൂ കിടക്കുന്നത്, അത് ഞാൻ എന്താക്കി ഡബിൾ വാല്യൂ ആക്കി മാറ്റാനും എനിക്ക് എന്താണ് പോസിബിൾ ആണ്. എന്നിട്ട് ഞാൻ ആ വൈനെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഗൈൻ പ്രിന്റ് വൈ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഔട്ട്പുട്ട് ഒന്ന് നോക്കിക്കേ. ഇവിടെ ഞാൻ ഡൈനാമിക്കിൽ 10 സേവ് ചെയ്തിട്ടുണ്ട്, എൻഡേഴ്സ് സേവ് ചെയ്തിട്ടുണ്ട്. ആ എൻഡേഴ്സ് എന്നുള്ള വൈനെ തന്നെ ഞാൻ മാറ്റിയിട്ട് എന്തു ആക്കിയിട്ടുണ്ട്, ഒരു ഡബിൾ വാല്യൂ ആക്കിയിട്ടുണ്ട്. ഒരു സ്ട്രിംഗ് വാല്യൂനെ മാറ്റിയിട്ട് ഡബിൾ ആക്കിയിട്ടുണ്ട്. അത് എപ്പോൾ മാത്രമാണ് പോസിബിൾ? ഡൈനാമിക് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് പോസിബിൾ. വാർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഡാറ്റ ടൈപ്പ് ഏതാണോ അത് തന്നെ വീണ്ടും ചെയ്യാം. ആ ഡാറ്റ ടൈപ്പ് ഇപ്പോൾ ഡബിൾ ആണെങ്കിൽ ഡബിൾ വാല്യൂ പിന്നെ മാറ്റാം. പക്ഷെ ആ ഡബിളിനെ കുറിച്ച് ഞാൻ എന്താക്കാൻ പറ്റില്ല, സ്ട്രിംഗ് ആക്കാൻ പറ്റില്ല. അങ്ങനെ റീറൈറ്റ് നോട്ട് പോസിബിൾ വിത്ത് അനദർ ഡാറ്റ ടൈപ്പ്. ഇവിടെ റീറൈറ്റബിൾ പോസിബിൾ ആണ്. അതാണ് നമ്മൾ എന്ത് പറയാനുള്ളത്, ഡൈനാമിക്കും വാറും നമ്മളെ മെയിൻ ഡിഫറൻസ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ എത്തുമ്പോൾ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ